ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് വിജി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സാരിയുടെ ബാലൻസ് പീസ് മെറ്റീരിയലാണ്. ഒരു സാരി മേടിച്ചിട്ട് ഞാനൊരു ഫുൾ സ്ലീവ് കുർത്തി തയ്ച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് പീസ് ഇച്ചിരി മെറ്റീരിയൽ കിട്ടിയപ്പോഴത്തേക്ക് ബിയ ബേബിക്ക് വേണ്ടി എന്തെങ്കിലും ഒരെണ്ണം ഞാൻ ക്രിയേറ്റീവായി സ്റ്റിച്ച് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ചെറിയ പലാസ പാൻറ്റും ടോപ്പും സ്റ്റിച്ച് ചെയ്താലോ എന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ആ മെറ്റീരിയലൊക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പലാസ പാൻറ്റും ടോപ്പും ബിയ ബേബിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുവാണ്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ആ മെറ്റീരിയലിൻ്റെ ബേസ് വെച്ച് ബിയ ബേബിയുടെ ഒരു പഴയ പാൻറ്റ് വെച്ച് അതിൻ്റെ അളവ് ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട് ആ പാൻറ്റിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഐഡിയ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇച്ചിരി മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫുൾ സ്ലീവ് അംബ്രല്ല കട്ട് കുർത്തിയായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ അംബ്രല്ല കട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാരി ആണെങ്കിൽ തന്നെയും ഇച്ചിരി മെറ്റീരിയൽ മാത്രമേ ബാലൻസ് വരത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ബിയ ബേബിക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ബിയ ബേബിയുടെ ഒരു പാൻറ്റ് വെച്ചു, ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഒരു പലാസ പാൻറ്റും ടോപ്പും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയുക. എനിക്ക് ആക്ച്വലി ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല. ഞാൻ യൂട്യൂബിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ട് എൻ്റെ ഐഡിയ പ്രകാരം ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഫോൾട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം, എന്നാലും ജസ്റ്റ് വാച്ച്. അപ്പോൾ ഫൈനൽ ലുക്ക് ബിയ ബേബി ഇട്ട് വന്നപ്പോഴത്തേക്കുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കുക. ജസ്റ്റ് ആ പാൻറ്റും ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ തികയാണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ ചെയ്ത ഒരു കട്ടിങ് മോഡലായിരുന്നു ആ ഫ്രണ്ടിലേക്ക്. പിന്നെ ആ ഫ്രണ്ടിലെ ഫ്ലവർ ആക്ച്വലി സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് വെച്ചതാണ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.